DMK കരുതുന്നത് അവരുടെ കഴിവില്ലായ്മ, ദുർഭരണം, കെടുകാര്യസ്ഥത, ഭരണത്തിലെ പരാജയം എന്നിവയെല്ലാം വോട്ടർമാർക്ക് കൈക്കൂലി നൽകി മറക്കരാൻ കഴിയുമെന്നാണ്. വിജയ് ബഹളമുണ്ടാക്കുകയാണ്. രാഷ്ട്രീയത്തിലുള്ള ആർക്കും മനസ്സിലാകും ബഹളം അവരുടെ പ്രത്യയശാസ്ത്രപരമായ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവൃത്തികളായി മാറേണ്ടതുണ്ടെന്ന്. സ്ത്രീകളും കുട്ടികളും പറയുന്നത് ഈ സംസ്ഥാനത്ത് ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നില്ല എന്നാണ്. ഒരു സാധാരണക്കാരന് അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ ശാശ്വതമായ പ്രശ്നങ്ങളുണ്ട്. പാർട്ടി ഈ ആഖ്യാനങ്ങൾക്കെല്ലാം മുകളിലാണ്. തമിഴ്നാട്ടിലെ എല്ലാവർക്കും അറിയാം AIADMK മതത്തിനും ജാതിക്കും പുറത്തുള്ള തീരുമാനങ്ങളോ മറ്റോ എടുക്കില്ലെന്ന്. എല്ലായ്പ്പോഴും ഒരു ദ്വന്ദ്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഈ ആഖ്യാനത്തിൽ വളരെ കാലമായി AIADMKയും NDAയും ചിത്രത്തിലേ ഇല്ലെന്ന് തോന്നിയിരുന്നു. നിങ്ങളുടെ നേതാവ് പെട്ടെന്ന് ആക്രമണോത്സുകനാകാൻ തീരുമാനിച്ചതായി തോന്നുന്നതുവരെ ആളുകൾ DMK TVK എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. തുടക്കം മുതലേ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ പെരുമാറ്റശാസ്ത്രം ലോക്സഭയുടെയും നിയമസഭയുടെയും കാര്യത്തിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിയമസഭാ ആഖ്യാനവും ഭരണാധികാരികളോടുള്ള അന്തർധാരയും തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമേ നമുക്കറിയാൻ കഴിയൂ. തുടക്കം മുതലേ ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ടായിരുന്നു. ഇത് ദ്രാവിഡ പ്രമുഖർ തമ്മിലാണ്, AIADMK വേഴ്സസ് DMK. പക്ഷേ ഒരു പുതുമുഖത്തിന് സ്വയം ഒരു സ്ഥാനം ഉറപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് അയാൾക്ക് ഭരണാധികാരിയെ വെല്ലുവിളിക്കേണ്ടി വരും. അതുകൊണ്ട് TVK മിസ്റ്റർ വിജയ് DMKക്ക് ഒരു ബദലായി സ്വയം സ്ഥാനപ്പെടുത്താൻ തുടങ്ങി. അതിൽ DMK വിശ്വസിച്ചത് അത് ഭരണവിരുദ്ധ വോട്ടുകൾ അവർക്ക് അനുകൂലമായി കൊണ്ടുപോകാൻ സഹായിക്കുമെന്നും അതുവഴി ഞങ്ങൾ ജയിക്കുകയില്ലെന്നുമാണ്. എന്നാൽ രാഷ്ട്രീയ കാലാവസ്ഥയും ചലനങ്ങളും വളരെ വേഗത്തിൽ മാറി. അതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. അപ്പോൾ ആരാണ് നിങ്ങളുടെ പ്രധാന ആശങ്ക? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകുമല്ലോ. ഒരു പിരിമുറുക്കവുമില്ലാതെ നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല. അതാണ് തെരഞ്ഞെടുപ്പുകളുടെ രസം. അത് DMK ആണോ അതോ വിജയ് നിങ്ങളുടെ കുറച്ച് വോട്ടുകൾ ചോർത്തുമെന്ന ആശങ്കയാണോ? അപ്പോൾ നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ആരെയാണ് നിങ്ങൾ കൂടുതൽ ആക്രമിക്കുന്നത്? എൻ്റെ ഏറ്റവും വലിയ ആശങ്ക DMKയുടെ കൈകളിലിരുന്ന് മിസ്റ്റർ ഗാന്ധി ചിരിക്കുന്നതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക. കാരണം അവർക്ക് വോട്ടുകൾ വാങ്ങാനും വിലക്കെടുക്കാനും കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ചില മണ്ഡലങ്ങളിൽ ഒരു വോട്ടർക്ക് ഏകദേശം 4000 രൂപയോളം അവർ ഇറക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ട്. AIADMKയുടെ കോട്ടയായ കോയമ്പത്തൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ സീറ്റ് ലഭിച്ച സെന്തിൽ ബാലാജി ഒരു വോട്ടർക്ക് ഏകദേശം 10,000 രൂപയോളം ഇറക്കുന്നുണ്ട്. അതൊരു നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റായി ഏകദേശം 120 കോടിയോളം വരും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ആശങ്ക. അതുകൊണ്ട് വോട്ടർമാർക്ക് കൈക്കൂലി നൽകുന്നതിലൂടെ തങ്ങളുടെ കഴിവുകേടും ദുർഭരണവും കെടുകാര്യസ്ഥതയും ഭരണത്തിലെ പരാജയവും മറച്ചുവെക്കാൻ കഴിയുമെന്ന് DMK കരുതുന്നു. കൂടാതെ DMKയുടെ വ്യാജ വിവരണങ്ങളും വ്യാജ നേട്ടങ്ങളും മറ്റൊരു വലിയ ആശങ്കയാണ്. അപ്പോൾ എന്തായാലും അതിനെ ഞങ്ങളുടെ നേതാവ് താഴെത്തട്ടിൽ വളരെ നന്നായി പ്രതിരോധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ ഏകദേശം 210 നിയോജക മണ്ഡലങ്ങൾ പൂർത്തിയാക്കി നടത്തി. നിങ്ങൾ വിജയെ തീരെ ആക്രമിക്കുന്നില്ല. വിജയ് ശബ്ദമുണ്ടാക്കുകയാണ്. രാഷ്ട്രീയത്തിലുള്ള ആർക്കും മനസ്സിലാകും ശബ്ദം അവരുടെ പ്രത്യയശാസ്ത്രപരമായ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തനങ്ങളായി മാറേണ്ടതുണ്ടെന്ന്. അത് ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ആരാധകരും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വേണം. കൂടാതെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വരുമ്പോൾ അത് വോട്ടുകളായി മാറണം. ഇനിയും ഒരുപാട് ദൂരമുണ്ട്. നിങ്ങളുടെ പാർട്ടിയെ ദ്വിഭാഷാ വിഷയത്തിനു വേണ്ടി പോരാടാത്ത, എന്നാൽ BJPയുടെ ത്രിഭാഷാ ഫോർമുല എന്ന ആശയത്തിന് കീഴടങ്ങുകയും സംസ്ഥാനത്തേക്ക് ഹിന്ദി കൊണ്ടുവരികയും അടിസ്ഥാനപരമായി ഈ വിഷയങ്ങളിൽ BJPയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായതിന് DMK ആക്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ BJPയുടെ അടിമകളാണെന്നാണ്. അതാണ് നിങ്ങളുടെ ആഖ്യാനം. ഇതാണ് DMK പറയുന്നത്. ഞാൻ നിങ്ങളുടെ മിനുക്കിയ വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ എന്നിരുന്നാലും ഇത് DMKയുടെ ആഖ്യാനമാണ്. പക്ഷേ ഇത് ചീഞ്ഞ ഒരു ആഖ്യാനമാണ്. നോക്കൂ, 2021 വരെ EPS ആയിരുന്നു മുഖ്യമന്ത്രി. ദ്വിഭാഷാ നയത്തിൽ ഞങ്ങൾക്ക് വിരോധമില്ലെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. 2026 ഈ പ്രകടന പത്രികയിൽ പോലും ഞങ്ങളുടെ പ്രകടന പത്രികയിലെ 107-ാം പോയിന്റിൽ ഞങ്ങളത് വ്യക്തമായി പറഞ്ഞിരുന്നു. അതിൽ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് NEPയിൽ പരസ്പര വിരുദ്ധവും ആക്ഷേപകരവുമായ ചില പ്രസ്താവനകളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒരു വ്യക്തതയും ഉറപ്പും തേടുന്നതുവരെ ഞങ്ങളത് നടപ്പാക്കില്ല. പോയിന്റ് 1 107 അതെ, പേജ് 25 107. അത് ലിസ്റ്റിൽ വളരെ താഴെയാണല്ലോ അല്ലേ? സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഇതൊരു പ്രധാന വിഷയമായതുകൊണ്ട്. അതെ, DMK കള്ളം പറയുന്നതിൽ വിദഗ്ധരാണ്.
ജനങ്ങളെ നേരിടാൻ അവർ സത്യത്തെ ആശ്രയിക്കുന്നില്ല. ഇതൊരു അധികാരത്തിൽ വരുമ്പോൾ അവരെങ്ങനെ ഇരട്ടത്താപ്പ് കളിക്കുന്നുവെന്നും അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നും ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം. PM ശ്രീ സ്കൂളുകൾ ത്രിഭാഷാ നയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ DMK സർക്കാരാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായ മിസ്റ്റർ അൻബിൽ മഹേഷ് ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഞങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാണ്, തമിഴ്നാട്ടിൽ PM ശ്രീ സ്കൂളുകൾ തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് രേഖാമൂലം ഒരു കത്ത് നൽകുകയും ചെയ്യുന്നു. അതിനായി ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിക്കും. അവിടെ തന്നെ അവർ അവരുടെ ദ്വിഭാഷാ പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഇത് പുറത്തു വന്നപ്പോൾ അവർ പിൻവാങ്ങി ഞങ്ങളെ കുറ്റപ്പെടുത്താനും അവരുടെ യജമാനന്മാരെ അനുസരിക്കുമെന്ന് പറയാനും തുടങ്ങി. അവർക്ക് കിട്ടും. എന്നാൽ ഞങ്ങൾ BJPയുടെ സഖ്യകക്ഷിയായിരുന്നപ്പോൾ ഇതേ പ്രശ്നം അവിടെയുണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാവായ EPSന്റെ കീഴിൽ തമിഴ്നാട്ടിൽ അതൊരിക്കലും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇതൊരു ജീർമിച്ച ആഖ്യാനമാണ്. അവരുടെ 5 വർഷത്തെ ഭരണത്തിലെ നേട്ടങ്ങളായി തമിഴ്നാട്ടിലെ ജനങ്ങളോട് പറയാൻ അവർക്കൊന്നുമില്ലെന്ന DMKയുടെ നിരാശയാണ് ഇത് വ്യക്തമായി കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ ഒരു ജീർണിച്ച ആഖ്യാനം എന്ന് വിളിക്കാം. എന്നാൽ താഴെത്തട്ടിൽ ആ ധാരണയെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? കാരണം തമിഴ്നാട് ഡൽഹിക്ക് കീഴടങ്ങരുത് എന്ന ആശയത്തിന് തമിഴ്നാട്ടിൽ സ്വീകാര്യതയുണ്ടെന്നത് വളരെ വ്യക്തമാണ്. ആ ആഖ്യാനമാണ് നിങ്ങളുടെ നേതാവിനെതിരെ ഉപയോഗിക്കപ്പെടുന്നത്. ആ ആഖ്യാനത്തിൻ്റെ ആവർത്തിച്ചുള്ള ഉപയോഗം ഗീബൽസ് സിദ്ധാന്തത്തിന് സാധുത നൽകുന്നില്ല. അതുകൊണ്ട് അത് താഴെത്തട്ടിലെ കാര്യം എന്തെന്നാൽ ഈ DMKയുടെ വ്യാജ വാഗ്ദാനങ്ങളാലും പൊള്ളയായ വാഗ്ദാനങ്ങളാലും ഞാൻ വഞ്ചിക്കപ്പെടുന്നു എന്ന് ആളുകൾക്ക് തോന്നുന്നു. ഒരു സാധാരണക്കാരനെന്ന നിലയിൽ എൻ്റെ സാധാരണ ജീവിതം നയിക്കാൻ ഈ സർക്കാർ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സ്ത്രീകളും കുട്ടികളും പറയുന്നത് സംസ്ഥാനത്ത് ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നില്ല എന്നാണ്. ഒരു സാധാരണക്കാരന് അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. അതാണ് അവർക്ക് കൂടുതൽ അറിയാൻ താല്പര്യം. ഈ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു? അതുകൊണ്ട് ഈ സംസ്ഥാന അവകാശങ്ങൾ, ഈ പ്രത്യയശാസ്ത്രപരമായ അവകാശങ്ങൾ, ഈ ഫെഡറലിസം, ഇവയെല്ലാം തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം DMKയിൽ നിന്ന് പൊങ്ങി വരുന്നവയാണ്, 5 വർഷത്തെ ഭരണകാലത്തല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അവർ ഡീലിമിറ്റേഷനെക്കുറിച്ചോ ഫെഡറലിസത്തെക്കുറിച്ചോ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് അവസാനമായി സംസാരിച്ചത് 2024 ഇപ്പോൾ 2026. എന്നാൽ ഇതിനിടയിലുള്ള അവരുടെ പ്രവൃത്തികൾ നോക്കൂ. അതെല്ലാം പരസ്പര വിരുദ്ധമാണ്. ഇരട്ടത്താപ്പുകൾക്ക് പേരുകേട്ട പാർട്ടി. അതാണ് ഞങ്ങൾ തുറന്നു കാട്ടുന്നത്. ജനങ്ങൾ അത് ഞങ്ങളെക്കാൾ നന്നായി മനസ്സിലാക്കുന്നു. കൂടാതെ തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ ബോധവും നിലവാരവും തമിഴ്നാട്ടിലെ ഭൂരിഭാഗം രാഷ്ട്രീയക്കാരെക്കാളും വളരെ ഉയർന്നതാണെന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. ജയലളിതജിയുടെ മരണശേഷം നിങ്ങളുടെ പാർട്ടി 2 വിഭാഗങ്ങളായി പിരിഞ്ഞു. നിങ്ങൾക്ക് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ മോശം സമയമായിരുന്നു എന്നും നിങ്ങൾ തന്നെ പറഞ്ഞു. ഇപ്പോഴും കുറച്ച് ആശയക്കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഒരു വശത്ത് OPS ഉണ്ട്, ഒരു വശത്ത് EPS ഉണ്ട്, ദിനകരനുണ്ട്, ശശികലയുണ്ട്. ഇപ്പോഴും വിഭാഗങ്ങളുണ്ട്, പഴയ കൂറുകളുണ്ട്. ഇതെല്ലാം എങ്ങനെ ശ്രീ EPS നയിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി ഒരുമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങൾ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ആർക്കും 2 മേലധികാരികൾക്ക് കീഴിൽ ജോലി ചെയ്യാൻ കഴിയില്ല. പക്ഷേ 2021 വരെ അതും പരീക്ഷിച്ച ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ്. 2021 വരെ പാർട്ടിക്ക് തുടർച്ചയായി 7 തെരഞ്ഞെടുപ്പ് തോൽവികളുണ്ടായി. ഈ ഇരട്ട നേതൃത്വത്തിൻ്റെ മാതൃകയാണ് ഇതിന് പ്രധാനമായും കാരണമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരൊറ്റ നേതൃത്വത്തിലേക്ക് മാറാൻ ഞങ്ങൾ ശ്രമിച്ച നിമിഷം ഒരു വടംവലിയുണ്ടായി, ഒരു പോരാട്ടമുണ്ടായി. രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും ബുദ്ധിയുള്ളവനോ കഠിനാധ്വാനിയോ നർമ്മബോധമുള്ളവനോ മാത്രമല്ല, മറ്റു ഘടകങ്ങൾക്കൊപ്പം ഈ 3ൻ്റെയും സംയോജനമുള്ളയാൾക്കാണ് കാര്യങ്ങളുടെ തലപ്പത്തെത്താൻ കഴിയുക. ആ കസേരയിൽ ഇരിക്കാൻ കഴിയുന്ന വ്യക്തി താനാണെന്ന് EPS സ്വയം തെളിയിച്ചു. അതുകൊണ്ട് പാർട്ടിയുടെ സാധ്യതകൾ മാറാൻ തുടങ്ങി. എതിരാളികളായിരുന്ന ആളുകൾ, വിഭാഗീയത തുടങ്ങിയവർ അകന്നുപോകാൻ തുടങ്ങി. ചിലർ സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ തുടങ്ങി. മിസ്റ്ററിനെ പോലെ ദിനകരൻ, അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി. മറ്റുള്ളവർ നമ്മുടെ എതിരാളിയായ DMKയുമായി കൈകോർത്തു. പാർട്ടിക്കുള്ളിൽ കൂടുതൽ ഭിന്നതയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാൻ അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. മിസ്റ്ററിനെ പോലെ പനീർ സെൽവം. അങ്ങനെ അവർ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയ അനാഥരാകുന്നു. DMK അവർക്ക് അഭയം നൽകിയിട്ടുണ്ട്. മിസ്റ്റർ OPS ഒടുവിൽ തൻ്റെ രാഷ്ട്രീയ അഭയം DMKയിൽ തേടി.
അതുകൊണ്ട് അവരിനി ബഹളമുണ്ടാക്കുന്നവരല്ല. പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഭിന്നതയോ ചർച്ചയോ സൃഷ്ടിക്കാൻ അവർക്കൊരു ശേഷിയുമില്ല. കാരണം അവരുടെ നിലപാട് തുറന്നു കാട്ടപ്പെട്ടു. ഇപ്പോൾ EPS തന്റെ നേതൃത്വ പാഠവും നേതൃത്വ ശൈലിയും ഉപയോഗിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി, പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കുന്നതിനായി നിശബ്ദമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം 1.5 കോടിയിൽ നിന്ന് 2 കോടി 6 ലക്ഷമായി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തരം തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഉടനീളം ഒരു ബൂത്തിനായി 9 ഭാരവാഹികളെ നിയമിക്കുന്ന ഏക നേതാവ് ഇപ്പോൾ അദ്ദേഹമാണ്. അതുകൊണ്ട് ആകെ 77,480 ബൂത്തുകളിൽ അദ്ദേഹം 9 ഭാരവാഹികളെ നിയമിച്ചിട്ടുണ്ട്. അതിൽ 3 പേർ സ്ത്രീകളാണ്. 33% സംവരണം അവിടെ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും 45 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരും 45 വയസ്സിൽ താഴെ പ്രായമുള്ളവരുമാണ്. അതുകൊണ്ട് 6,97,000 ബൂത്ത് തലഭാരവാഹികൾ കഴിഞ്ഞ 1 വർഷമായി ഇതിനകം തന്നെ താഴെത്തട്ടിലുണ്ട്. ശീഖ ചോദിക്കുന്നതിനോട് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു തന്ത്രപരമായ തെറ്റായിരുന്നു, അല്ലേ? അതായത് തേവർ വോട്ട് എന്നത് ADMK ആശ്രയിച്ചിരുന്ന ഒന്നായിരുന്നു. EPS ഗൗണ്ടർ സമുദായത്തിൽ നിന്നുള്ളയാളാണ്. അദ്ദേഹം ആ വോട്ടിനെ അകറ്റി എന്ന വസ്തുത യഥാർത്ഥത്തിൽ തമിഴ്നാടിന്റെ തെക്കൻ ഭാഗത്ത് നിങ്ങളുടെ പാർട്ടിയുടെ നിലയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. മിസ്റ്റർ OPS തീർച്ചയായും DMK ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. പക്ഷേ അത് തേവർ പിന്തുണയിൽ നിന്നും അദ്ദേഹം കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം വ്യക്തിപരമായ, നിങ്ങൾക്കറിയാമോ, സ്വാധീനം ആ പാർട്ടിയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തന്ത്രപരമായ തെറ്റല്ലേ? നോക്കൂ, എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. കാരണം ആളുകൾ AIADMKയെ ഒരു പ്രത്യേക മതത്തോടോ ഒരു പ്രത്യേക ജാതിയോടോ ബന്ധമുള്ള ഒരു പാർട്ടിയായി കാണുന്നില്ല. എല്ലാവരും ഒന്നാണ്, ദൈവം ഒന്നാണ് എന്ന പ്രത്യയശാസ്ത്രം അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നേതാവ് ഈ സമുദായത്തിൽപ്പെട്ടതാണോ അതോ ആ സമുദായത്തിൽപ്പെട്ടതാണോ എന്ന് ആരും പരീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാപകനായ MGR പാർട്ടി തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും ഞങ്ങളെ വേർതിരിച്ച് കാണുന്നില്ല. ഒരു പ്രബല സമുദായമായ തേവർമാർക്ക് ഞങ്ങളെതിരാണെന്ന് ഞങ്ങളെ മുദ്രകുത്താനുള്ള DMKയുടെയും അവരുടെ ആവാസ വ്യവസ്ഥയുടെയും ഒരു നിരാശാജനകമായ ആഖ്യാനമാണിത്. ഞങ്ങൾ ഗൗണ്ടർമാർക്ക് വേണ്ടിയുള്ളവരാണ്. അവർ ശ്രമിച്ചു, അവരിത് പരീക്ഷിച്ചു, അവർ പരാജയപ്പെട്ടു. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള പാർട്ടിയാണ്. ഞങ്ങൾ എല്ലാ ജാതിക്കും വിശ്വാസത്തിനും മതത്തിനും വേണ്ടിയുള്ള പാർട്ടിയാണ്. കൂടാതെ ഒരു പ്രാതിനിധ്യം, ആ പ്രത്യേക സമുദായത്തിലെ മുഴുവൻ വോട്ട് ബാങ്കും അവർക്ക് പിന്നാലെ പോകുമെന്ന് ഉറപ്പു നൽകുന്നില്ല. അങ്ങനെയല്ല കാര്യം. അവരെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതേ മിസ്റ്റർ ഉള്ളതുപോലെ. ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന RB ഉദയകുമാർ. നിങ്ങൾക്ക് മിസ്റ്റർ ഉണ്ട്. ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാജൻ ചെല്ലപ്പ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾക്ക് വേണ്ടത് അവർക്ക് ശരിയായ പ്രാതിനിധ്യം കണ്ടെത്തുക എന്നതാണ്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് ആ പ്രത്യേക സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സ്വയം രക്ഷിക്കാൻ ശ്രമിച്ച OPS പിന്തുണ നേടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ മിസ്റ്ററിനെ കൊണ്ടുവന്നത്. TTV ദിനകരൻ തിരിച്ചു വന്നു. ഇല്ല, പിന്നെ അവരിൽ നിന്ന് പിന്തുണ നേടുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പോൾ ശ്രീ ദിനകരൻ ഞങ്ങളോടൊപ്പം ഒരു സഖ്യകക്ഷിയായി തിരിച്ചു വരുന്നത് AIADMKയുമായി ചേരുന്നതിലൂടെ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ AMMKയുടെ സാധ്യതകൾ മികച്ചതാണെന്ന് അദ്ദേഹം കരുതുന്നു എന്നതിനെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കും. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് അർഹമായ MLAമാരെ ലഭിക്കും. പാർട്ടി ഈ ആഖ്യാനങ്ങൾക്കെല്ലാം മുകളിലാണ്. കൂടാതെ തമിഴ്നാട്ടിലെ എല്ലാവർക്കും അറിയാം, AIADMK മതത്തിനും ജാതിക്കും അതീതമായ തീരുമാനങ്ങളോ മറ്റെന്തെങ്കിലുമോ എടുക്കില്ലെന്ന്. വളരെ നന്ദി. ഈ നാട്ടിലെ ഏറ്റവും തിരക്കുള്ള ചെറുപ്പക്കാരൻ നിങ്ങളാണെന്ന് എനിക്കറിയാം. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ശരിക്കും നല്ലതാണ്. ദേവ. വളരെ നന്ദി.